ഇതൊക്കെ ഇത്തയുടെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞങ്ങളെല്ലാവരും പിന്നെ നേരെ കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, നല്ല മഴയുണ്ട്. മുഷ്രു വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്. ഞാൻ ഇറങ്ങുവാണ്. ഓക്കെ, ഒരു വണ്ടി എടുത്തു. മുഷ്രു ഉണ്ട്. മുഷ്രു ഇത്തയുടെ ഇളയ മോനാണ്. ഓക്കെ ഓക്കെ, വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം. അതാണ് നമ്മുടെ കല്യാണ ചെക്കനും പെണ്ണും. കല്യാണ ചെക്കൻ അവിടെ നിന്നിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഫാറൂഖ, ഇത് ഹസീനമ്മായി, ഭാര്യയുടെ കുട്ടി. ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിംഗേഴ്സിൻ്റെയൊക്കെ ഫാമിലീസും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അവരെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം. ഹനീഫക്ക, ഇത് അബീബിക്കയുടെ മോനാണ് നിൽക്കുന്നത്. ഇത് നമ്മുടെ റംഷാദിക്കയുടെ മോനാണ് കിച്ചൂസ്. ഇത് റംഷാദിക്കയുടെ ഉമ്മ ഇത്താത്ത. ഇത് നമ്മുടെ ഹനീഫക്കയുടെ മോനും. തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് ഹബീബിക്കയുടെ വൈഫുമാണ്. അത്യാവശ്യം വേറെ സിംഗേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഇത് ഹബീബിക്കയുടെ വൈഫ് റാഷി. ഇവരൊക്കെ പോകാൻ നിൽക്കുകയാണ്. ഇവരെല്ലാവരും എൻ്റെ പാട്ട് കേട്ടിട്ട് പോകാൻ നിൽക്കുകയാണല്ലേ അല്ലേ? ഇത്തയുടെ ഫ്രണ്ട്സും എല്ലാവരും സത്യം പറഞ്ഞാൽ എൻ്റെ പാട്ട് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് സോളോ പാടാൻ പറ്റിയില്ല. സംഭവം വേറെ ഒന്നുമല്ല, എൻ്റെ ത്രോട്ട് ഓക്കെ ഇല്ലായിരുന്നു. ഓക്കെ അല്ലാണ്ട് നമ്മൾ വെറുതെ പോയി നിന്ന് പാടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. പാട്ടെല്ലാം പാടി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഉടനെ തന്നെ ഞാനിവിടുന്ന് ഇറങ്ങി കേട്ടോ. കാരണം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത് മലപ്പുറത്ത് റെഡ് അലേർട്ടായിരുന്നു ആ ടൈമിൽ. സോ അവിടെ അധികം ഞാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മൂവ് ചെയ്തു. ഇതൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. കല്യാണ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങളെന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടെടുത്താണ്. മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആരെയും ഒന്ന് മര്യാദയ്ക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തൊന്ന് വീഡിയോ എടുക്കാനോ ഒന്നിനും എനിക്ക് പറ്റിയില്ല. എല്ലാവരും ധൃതി പിടിച്ച് അവർ പോവുമായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട്, മഴയൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലത്തെ ട്രെയിനിൽ ഞാൻ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു. നോക്കിക്കേ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളാഞ്ചേരി കുറ്റിപ്പുറം റോഡാണ്. അപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മലപ്പുറത്ത് റെഡ് അലേർട്ട് ആയതുകൊണ്ട് നല്ല ഹെവി റെയിൻ ആയിരുന്നു. ഇതിലത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത്യാവശ്യം നല്ല മഴയുണ്ട്. അപ്പോൾ മുഷ്രുവാണ് എന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയത്. അങ്ങനെ എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് ആലപ്പുഴയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ നേരെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.